അധ്യാപകര്, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ ഗോൾ അടിച്ചാ? ഓക്കെ. ആർക്കാ സമ്മാനം കിട്ടിയ? ടീച്ചർക്കാണ് സമ്മാനം കിട്ടിയ? എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് ഇവിടെ 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. എല്ലാവരും ഫുട്ബോൾ കാണുന്നുണ്ടോ? വേൾഡ് കപ്പ് കാണുന്നില്ലേ? ഏതാ ഫേവറേറ്റ് ടീം? ഓക്കെ, അർജന്റീന ഉണ്ട്. അർജന്റീനക്കാർ നോക്കി. അപ്പോ പിന്നെ ബ്രസീൽ ആരാ? ഓക്കെ, പോർച്ചുഗൽ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പോ നമുക്ക് മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണിത്. മയക്കുമരുന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിപത്തുകളെ കുറിച്ചൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെല്ലാവരും വാഴ 2 കണ്ടില്ലേ? വാഴ 2 കണ്ടില്ല എല്ലാവരും? അപ്പൊ അതിനകത്ത് ആ പോലീസുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു ആ പോലീസുകാരൻ സ്കൂളിൽ വന്നിട്ട് അവസാനം പിള്ളേരോടും മാതാപിതാക്കളെയും അധ്യാപകരെയൊക്കെ നിർത്തി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു: ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നു. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ജീവിതം നശിച്ചു പോകും, ജീവിതം തകർന്നു പോകും, കോഞ്ഞാട്ടയായി പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിൽ എത്താനുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കാരണവശാലും മയക്കുമരുന്ന് ഗുണകരമാവില്ല. മയക്കുമരുന്ന് വലിയ തടസ്സമായിട്ടേ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ആ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ 1 മില്യൺ ഗോൾ നിങ്ങളെല്ലാവരും തൂഫാൻ വാരിയേഴ്സ് ആകുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. ഇനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ വെയിൽ കൊള്ളിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത പഞ്ചായത്ത് ഭരണസമിതി, ശ്രീ ബാബു സാനി പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, നമ്മുടെ കറൂറ്റി സെന്റ് ജോസഫ് സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അധ്യാപകര്, മാനേജ്മെന്റ്, വിദ്യാർത്ഥികളെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗോൾ അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചോ.